മലയാളിക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയുടെ വില ഉയരുന്നു എന്ന് കണക്കാക്കി ഏതെങ്കിലും ഒന്നങ്ങ് വാങ്ങരുത്. ഇതിൽ കൃത്യമായി ശ്രദ്ധിക്കണം, കാരണം ഇല്ലെങ്കിൽ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. സൾഫർ കൊപ്ര ഉണക്കാൻ വേണ്ടിയിട്ട് അത് കത്തിക്കുന്നതാണ്. അപ്പോൾ സൾഫർ ഉപയോഗിക്കുമ്പോൾ പല രീതിയിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാം. പ്രധാനമായിട്ട് വൃക്കകളുടെ പ്രവർത്തനത്തെയും ലിവറിൻ്റെ പ്രവർത്തനത്തെയാണ് സാധാരണ അത് ബാധിക്കുന്നത്. ലിവർ ഫെയിലറിലേക്ക് വരാം, അതുപോലെ തന്നെ കിഡ്നി ഫെയിലറിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് പെട്ടെന്നുള്ളൊരു ടോക്സിറ്റി എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ കുറേ അധികം ഇത് ഉപയോഗിക്കും. വെളിച്ചെണ്ണ നമ്മൾ ഇങ്ങനത്തെ കണ്ടാമിനൻ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാസങ്ങളോളമാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് കുറേശ്ശെ ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ക്രോണിക് ടോക്സിറ്റി, കുറച്ച് കാലം കൊണ്ടുണ്ടാകുന്ന ടോക്സിറ്റിയാണ് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ കാർസിനോജനിക്കും ആവാൻ സാധ്യതയുണ്ട്. അത് ക്യാൻസറിൻ്റെ സാധ്യതകളും ഇത് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ കാങ്കയത്ത് ചെന്ന് മാതൃഭൂമി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഈ സൾഫർ അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് അന്ന് അവിടെ കൊപ്ര ഉണക്കിയത്. അത് പിന്നെ വെളിച്ചെണ്ണയായി നമ്മുടെ തീന്മേശയിലേക്കും എത്തുന്നു. സൾഫർ പുകച്ച ശേഷം കൊപ്രയ്ക്ക് മുകളിൽ ടാർപോളിൻ ഇടുന്നതാണ് പതിവ്. വൈകുന്നേരം 6 മണിയോടെ ഇട്ടാൽ പിറ്റേന്ന് രാവിലെയാണ് ടാർപോളിൻ മാറ്റുക. ടാർപോളിൻ മാറ്റിയാൽ ഇതാണ് അവസ്ഥ. സൾഫറിട്ട് പുകയ്ക്കുന്ന കൊപ്രയാണ് കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി. കൃത്യമായി ഉണങ്ങാതെ കൊപ്രയാട്ടി വെളിച്ചെണ്ണയാക്കുന്നതും പണിതരും. ആൽഫ ടോക്സിൻ എന്ന് പറഞ്ഞൊരു ഫംഗസ്, ആൽഫ ടോക്സിൻ B1 എന്ന് പറഞ്ഞൊരു ഫംഗസ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് കൊപ്ര ഉണക്കുമ്പോൾ അത് ഒരു നനവ് കാരണം, പ്രത്യേകിച്ച് ചൂടുള്ള ക്ലൈമറ്റ് എന്നാൽ അതേസമയം ഈർപ്പവും ധാരാളമുള്ള ക്ലൈമറ്റ്, ഇതുപോലെ നമ്മുടെ മഴയും വെയിലും മാറിയുള്ള ക്ലൈമറ്റിൽ ഈർപ്പം നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫംഗസാണ്. നമ്മുടെ പല ഭക്ഷണ സാധനങ്ങളും വരുന്ന ഫംഗസ് തന്നെയാണത്. പക്ഷേ ഇത് കൊപ്രയിൽ വരുമ്പോഴും അത് പിന്നെ നമ്മളെ അത് മാറ്റിയുണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. ആൽഫോടോക്സിനൊക്കെ ലിവറിനെയാണ് ബാധിക്കുന്നത്. ലിവറിൻ്റെ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ലിവർ ഫെയിലിയറിലേക്കും സാധ്യതയുണ്ട് ഈ ആൽഫ ടോക്സിൻ. അത് പല ഭക്ഷണ സാധനങ്ങളും വരാൻ ആൽഫ ടോക്സിൻ, പക്ഷേ വെളിച്ചെണ്ണയിൽ അത് കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടാമിനൻ്റ് വെളിച്ചെണ്ണയിൽ പലപ്പോഴും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠനങ്ങൾ വന്നിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.